ശ്രീ സായിരാം. ദസ് സ്പീക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന എപ്പിസോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന മഹാജ്ഞാനിയും ഭക്തനുമായിരുന്നു ഏകനാഥ സ്വാമികൾ. ഒരിക്കൽ സ്വാമികളെ കാണാൻ ധനികനായ ഒരു ഭക്തനെത്തി. അദ്ദേഹം സ്വാമികളോട് തന്റെ ദുഃഖം പങ്കുവച്ചു. സ്വാമി, എന്റെ മത്സര ബുദ്ധി, കോപം എന്നിവ പോകുന്നേയില്ല. അങ്ങ് എത്ര ശാന്തനായിരിക്കുന്നു. ഇതിന്റെ രഹസ്യം എന്താണ്? ഏകനാഥൻ ഭക്തന്റെ മുഖം സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി അതൊക്കെ എന്തിനറിയണം? നിന്റെ ആയുസ്സിനി കേവലം 7 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഭക്തന്റെ മുഖം വിളറി. മഹാത്മാവായ ഏകനാഥന് തെറ്റു പറ്റുകയില്ലല്ലോ. ഒന്നും മിണ്ടാതെ ഭക്തൻ ഇറങ്ങി നടന്നു. 6 ദിവസങ്ങൾ പിന്നിട്ടു. 7-ാം ദിവസം സ്വാമി ഭക്തന്റെ വീട്ടിലെത്തി. കണ്ടതോ എല്ലും തോലുമായി ക്ഷീണിതനായി മരണഭയത്തിൽ കിടക്കയിൽ കിടക്കുന്ന ഭക്തൻ. സ്വാമി ഭക്തനോട് തിരക്കി, നീ ഈ 6 ദിവസം ആരോടൊക്കെ വഴക്കുകൂടി? ഭക്തൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, സ്വാമി, ഞാൻ ആരോട് വഴക്ക് കൂടാനാണ്? എന്റെ ആയുസ് ഇന്നും കൂടിയല്ലേ ഉള്ളൂ. ഇതിനിടയിൽ ഞാൻ ആരോട് വഴക്ക് കൂടാനാണ്? സ്വാമി പറഞ്ഞു, ഇതാണ് ശാന്തിയുടെ രഹസ്യം. മരണഭയം ഉള്ളിൽ തട്ടി ജീവിക്കുക. ഈ ചെറു ജീവിതത്തിൽ വഴക്കുണ്ടാക്കാനൊക്കെ സമയമുണ്ടോ? അത് നീ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ ആയുസ് കേവലം 7 ദിവസമാണെന്ന് പറഞ്ഞത്. ഈ സത്യം മനസ്സിലാക്കി ശിഷ്ടജീവിതം സന്തോഷത്തോടെയും ശാന്തിയോടെയും ജീവിക്കും. ദസ് സ്പീക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ശാന്തി എന്നത് പുറത്തിറങ്ങി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ കോപം, ഈർഷ്യ, വഴക്ക് എന്നിവ മാറ്റിയാൽ മാത്രം വിരിയുന്ന ഒന്നാണ് ശാന്തി. ജീവിതം താൽക്കാലികമാണ്, എന്നാൽ ശാന്തി എന്നത് ശാശ്വതമാണ്. ശാന്തി എന്നത് നേടിയെടുക്കേണ്ട ഒന്നല്ല, പകരം അത് കണ്ടുപിടിക്കുകയും വളർത്തിയെടുക്കേണ്ടതുമായ ഒന്നാണ്. സായിരാം.